ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞങ്ങൾ പല കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇരിക്കുകയാണ്. ഡിഗ്രി ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡുണ്ട്, അങ്ങനെ പല ഫീൽഡുണ്ട്. അപ്പോൾ ഡിഗ്രിക്ക് തന്നെ നമ്മൾ കേരളത്തിൽ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ അവരുടെ സിലബസ് എങ്ങനെയായിരിക്കും, പരീക്ഷ എത്ര മാർക്കായിരിക്കും, എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം ആണോ ഗ്രേഡിംഗ് സിസ്റ്റം ആണോ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനും, പിന്നെ പ്രത്യേകിച്ച് ഞാൻ മാത്സ് അധ്യാപകനായതുകൊണ്ട് തന്നെ MG യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് അത് സെക്കൻഡ് പാർട്ടായിട്ട് നൽകുക. ആദ്യമേ ഒരു ജനറൽ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി പറയുകയാണ്. അപ്പം നിങ്ങളെല്ലാം അത് കാണുക. പിന്നെ മാത്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ mgu.ac.in ആണ് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ്. അതിനകത്ത് MG യൂണിവേഴ്സിറ്റിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അക്കാഡമിക്സ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അവിടെ കണ്ടോ സിലബസ് ഫോർ ഓൾ പ്രോഗ്രാംസ് എന്ന് കാണും. ഇവിടെ PG ഉണ്ട്, CBCS, ഇങ്ങനെ കുറേ സിലബസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് PGCSS സിലബസ് ആണ് ഇപ്പോൾ PGക്ക് പഠിക്കുന്ന കുട്ടികളുടെ സിലബസ്. 2019 മുമ്പുള്ള സിലബസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിഗ്രി ആണെങ്കിൽ 2017 മുമ്പാണെങ്കിൽ CBCSS ആയിരുന്നു. 2017 ശേഷം, അതായത് ഇനിയും പഠിക്കാൻ പോകുന്നവർക്ക് CBCS ആണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെഗുലേഷൻ കാണുമേ, അതായത് കോമൺ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും ഉള്ള ഒരു റെഗുലേഷനാണ്. അപ്പോൾ ആ റെഗുലേഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ റെഗുലേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2017 ഈ പുതിയ സിലബസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റവും ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്നും, ഇൻറ്റേർണൽ മാർക്ക് എങ്ങനെ ഇടുന്നതെന്നും, എത്ര മാർക്ക് വേണം ജയിക്കാൻ, ഇൻറ്റേർണൽ എത്ര വേണം, എക്സ്റ്റേണൽ എത്ര വേണം, അറ്റൻഡൻസിൻ്റെ കാര്യം, അസൈൻമെൻറ്റിൻ്റെ കാര്യം, പിന്നെ ഇൻറ്റേർണൽ എക്സാം, ഗ്രേഡുകൾ, S ഗ്രേഡ്, A+, അങ്ങനെ പല ഗ്രേഡുകളുണ്ട്. പിന്നെ ക്രെഡിറ്റ് പോയിൻ്റ്, SGPA, CGPA, അങ്ങനെ പല ടേംസ് ഉണ്ട്. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഞാനിനിയും ബാക്കി സബ്ജക്റ്റിൻ്റെ സിലബസ് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കും. ഇപ്പം നിങ്ങൾ BA ആണെങ്കിൽ BAയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് കാണുക. ആ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടുന്ന മലയാളം, എക്കണോമിക്സ്, ഹിന്ദി, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റ് ഏതാണോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ഞാനിപ്പം BSc മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ BSc എടുക്കുന്നു. BScക്കകത്ത് ഞാൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. BSc മാത്തമാറ്റിക്സ്. അപ്പം മാത്തമാറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. BSc മാത്തമാറ്റിക്സ് മോഡൽ 1 ഉണ്ട്, മോഡൽ 2 ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി കോഴ്സസ് ഉണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി അങ്ങനെ സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് എടുത്താലും ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുകയാണ്. 2017 മുതലുള്ള അഡ്മിഷനാണ്. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ 6 സെമസ്റ്ററാണ് ഉള്ളത്. ഓക്കെ, ദർ ആർ 6 സെമസ്റ്റേഴ്സ്. ഓരോ അതായത് ഓരോ വർഷവും 2 സെമസ്റ്റർ വീതമുണ്ട്. അങ്ങനെ 3 വർഷം ആകുമ്പോഴാണ് നിങ്ങൾക്ക് 6 സെമസ്റ്റർ. BSc മാത്തമാറ്റിക്സ് മോഡൽ 1 ആണ് മിക്കവാറും എല്ലാ കോളേജിലും. അപ്പം നമുക്ക് നോക്കാം. ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ആണ്. അതായത് ഇംഗ്ലീഷിൻ്റെ ക്രെഡിറ്റ് 22, സെക്കൻഡ് ലാംഗ്വേജിൽ 16, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് 2 ഉണ്ട്, ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റ്. അല്ലെങ്കിൽ ചിലയിടത്ത് മോഡൽ 2 ആകുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതിന് 28 ആണ്. പിന്നെ ഓപ്പൺ കോഴ്സ് ഉണ്ട്. 5th സെമ്മിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലാതെ പുതുതായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കാം, അതിന് 4 ആണ്. കോർ മാത്സ് എടുക്കുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് കോർ, അതിന് 51. ഇങ്ങനെയാണ് നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ്സ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം.
ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റാണ് ഉള്ളത്. ഇംഗ്ലീഷ് 1 ഉണ്ട്, ഇംഗ്ലീഷ് ഒരു കോമൺ കോഴ്സ് പോലെ വേറെ ഒരെണ്ണമുണ്ട്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, മാത്തമാറ്റിക്സ് ആണ് കോർ സബ്ജക്റ്റ്, കോംപ്ലിമെൻ്ററി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ് ഓർ കമ്പ്യൂട്ടറാണ്. അപ്പം നോക്കുക, ഇംഗ്ലീഷ് 2 ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, മാത്സ് ഉണ്ട്, സ്റ്റാറ്റ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സെമ്മിൽ. ഓക്കെ, ഒരാഴ്ചയിൽ ഒരു ദിവസം 5 അവറാണ്. അങ്ങനെ ഒരാഴ്ചയിൽ 5 ദിവസം ആകുമ്പോൾ 25 അവറുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനിയും ഫസ്റ്റ് സെമ്മിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 19 ആണ്. പിന്നെ ഓരോന്നിൻ്റെ പരീക്ഷ 20/80, ഇൻറ്റേർണൽ 20ഉം എക്സ്റ്റേണൽ 80ഉമാണ്. അങ്ങനെ മൊത്തം 100 മാർക്ക്. പ്രാക്ടിക്കൽ ഉള്ളതിന് കണ്ടോ 10, 60, 70 അത് മാറിയിട്ടുണ്ട്. 15, 60, 75 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് സെമ്മിൽ ഇതേപോലെ തന്നെ. സെക്കൻഡ് സെമ്മിൽ ഇംഗ്ലീഷ് ഉണ്ട്, 2 ഇംഗ്ലീഷ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഉണ്ട്. പക്ഷേ എക്സ്റ്റേണൽ വരുമ്പോൾ ഈവൻ സെമ്മിൽ മാത്രമേ പ്രാക്ടിക്കൽ എക്സാം ഉള്ളൂ. ഇനി തേർഡ് സെമ്മിലാണെങ്കിൽ 5 സബ്ജക്റ്റേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒരെണ്ണേ ഉള്ളൂ, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ്, സ്റ്റാറ്റ്, ഫിസിക്സ്. ഫോർത്ത് സെമ്മിൽ അതേപോലെ തന്നെ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ്, സ്റ്റാറ്റ്, ഫിസിക്സ്. ഇനി ഫിഫ്ത്ത് സെമ്മിലാകുമ്പോൾ നിങ്ങൾക്ക് 5 സബ്ജക്റ്റാണ്. മാത്തമാറ്റിക്സ് ആണ് 3 സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് കോഴ്സ് 5, 6, 7. പിന്നെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ട്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഒഴിച്ച് വേറൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 6th സെമ്മിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് പ്ലസ് പ്രോജക്റ്റ് ഉണ്ട്. മാത്തമാറ്റിക്സ് ആണ് 4 സബ്ജക്റ്റ്. പിന്നെ 5ാമത്തെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സിൻ്റെ തന്നെ 3 സബ്ജക്റ്റ് ചോയ്സ് ആണ്. അത് ചോയ്സ് ചെയ്ത് ഓരോ കോളേജ് ഓരോ വിഷയം ചൂസ് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഓരോ സെമ്മിലെ ക്രെഡിറ്റ് എല്ലാം ഉണ്ട്. അത് കൂട്ടുമ്പോൾ 120 ക്രെഡിറ്റ്. പിന്നെ ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ട വീഡിയോയിൽ കാണണം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് 4 സെമ്മിലുണ്ട്. ഓക്കെ, ആദ്യത്തെ സെമ്മിൽ 2 ഇംഗ്ലീഷ് ഉണ്ട്, 2ാമത്തെ സെമ്മിൽ 2 ഇംഗ്ലീഷ് ഉണ്ട്, 3ാമത്തെ 4ാമത്തെ സെമ്മിൽ ഓരോ ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ ഓരോ സെമ്മ് 4 സെമ്മുണ്ട്, ഓരോ സെമ്മിലും ഓരോന്നാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് കോർ സബ്ജക്റ്റ് ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന പേപ്പറാണ് ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സ്. സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന പേപ്പറാണ് അനലിറ്റിക് ജോമെട്രി, ട്രിഗ്നോമെട്രി ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന കാൽക്കുലസ്. ഫോർത്ത് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന വെക്റ്റർ കാൽക്കുലസ്, തിയറി ഓഫ് നമ്പേഴ്സ് ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. 5ാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്. മാത്തമാറ്റിക്കൽ അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര, പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പേപ്പറുണ്ട്, ഓപ്പൺ കോഴ്സ് ഉണ്ട്. 6th സെമ്മിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്. റിയൽ അനാലിസിസ്, ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസസ്, കോംപ്ലക്സ് അനാലിസിസ്, ലീനിയർ ഓൾജിബ്ര, പിന്നെ ഒരു ചോയ്സ് ബേസ്ഡ് കോഴ്സ് ഉണ്ട്, പിന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ 5th സെമ്മിലെ മാത്തമാറ്റിക്സ് നൽകുന്ന ഓപ്പൺ കോഴ്സ് ഉണ്ട്. അതായത് മാത്തമാറ്റിക്സ് അല്ലാതെ വേറെ സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഓപ്പൺ കോഴ്സായിട്ട് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ആ മാത്തമാറ്റിക്സിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. അത് അതാത് കോളേജിന് സെലക്ട് ചെയ്യാം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ്, ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അതിൽ ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് ആയിരിക്കും മിക്ക കോളേജിലും സെലക്ട് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾ 8, 9, 10, 11, 12 +1 +2 ക്ലാസ്സുകൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. പിന്നെ 6th സെമ്മിൽ ചോയ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 ചോയ്സ് ആണുള്ളത്. ഓപ്പറേഷൻ റിസർച്ച്, ബേസിക് പൈത്തൺ പ്രോഗ്രാമിംഗ് ആൻഡ് ടൈപ്പ് സെറ്റിംഗ് ഇൻ ലാറ്റക്, ന്യൂമറിക്കൽ അനാലിസിസ്. ഓരോ കോളേജിന് സെലക്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് സെമ്മിൻ്റെ കാര്യം. ഫസ്റ്റ് സെമ്മിൻ്റെ ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. 4 മോഡ്യൂളാണ്. നിങ്ങൾക്കെല്ലാം 4 മോഡ്യൂൾ വീതമാണ് ഉള്ളത്. മൊത്തത്തിൽ 72 അവർ ഫസ്റ്റ് സെമ്മിലെ. അതായത് ആഴ്ചയിൽ 4 ദിവസമേ ഉള്ളൂ. ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ബേസിക് ലോജിക്ക്, സെറ്റ് തിയറി, റിലേഷന്, തിയറി ഓഫ് ഇക്വേഷൻസ്. ടെക്സ്റ്റ് ബുക്ക് ഇത് 2ഉം ആണ്. ഓരോ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് അതിനകത്തെ സിലബസ് ഉണ്ട്. ചാപ്റ്റർ 1-നകത്തെ
1.4 1.7 ഒഴിച്ച് ബാക്കി ടോപ്പിക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 3 പാർട്ടാണ്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ 12 ചോദ്യമാണ്, പാർട്ട് ബിയിൽ 9 ചോദ്യമാണ്, പാർട്ട് സിയിൽ 4 ചോദ്യമാണ്. അപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 12ൽ നിന്ന് 10 ഇവിടെ സെലക്ട് ചെയ്യാം. അതെല്ലാം മറ്റേ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത വീഡിയോക്കകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാം. ഓക്കെ, സെക്കൻഡ് സെമ്മിലാണെങ്കിൽ അനലിറ്റിക്കൽ ജോമെട്രി, ട്രിഗ്നോമെട്രി ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ കോണിക് സെക്ഷൻ, സെക്കൻഡ് മോഡ്യൂളിൽ പോളാർ കോർഡിനേറ്റ്സ്, തേർഡ് മോഡ്യൂളിനകത്ത് ട്രിഗ്നോമെട്രി, ഫോർത്ത് മോഡ്യൂൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ ബാക്കിയാണ് നിങ്ങൾ തേർഡ് സെമ്മിൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണം. അപ്പോൾ ഇത് നോക്കി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മോഡ്യൂൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തേർഡ് മോഡ്യൂൾ കാൽക്കുലസ് ആണ്. കാൽക്കുലസിനകത്ത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉണ്ട്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ട്, ഇൻ്റഗ്രൽ കാൽക്കുലസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ മോഡ്യൂളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഫോർത്ത് മോഡ്യൂളിലും നിങ്ങൾക്ക് ഫോർത്ത് സെമ്മിൽ നിങ്ങൾക്ക് വെക്ടർ കാൽക്കുലസ്, തിയറി ഓഫ് നമ്പേഴ്സ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്, ഓരോ മോഡ്യൂളുണ്ട്. വെക്ടർ ഡിഫറൻസിയേഷൻ, വെക്ടർ ഇൻ്റഗ്രേഷൻ, തിയറി ഓഫ് നമ്പേഴ്സ്, ലാപ്ലേസ് ട്രാൻസ്ഫോം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കും. പിന്നെ ഫിഫ്ത്ത് സെമ്മിൽ നിങ്ങൾ പ്യുവർ മാത്തമാറ്റിക്സിലോട്ട് കടക്കുകയാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പറുണ്ട്, അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്, അതേപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പേപ്പറുണ്ട്. ഈ സിലബസ് മാറ്റി വേറൊരു സിലബസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ താഴെ സിലബസിൻ്റെ താഴെ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അതിന് ശേഷം ഓപ്പൺ കോഴ്സ് ഉണ്ട്. ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് മാത്സ് അല്ലാതെ വേറൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. 6th സെമ്മിലാണെങ്കിൽ റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്, ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്. അതേപോലെ തന്നെ ഈ റിയൽ അനാലിസിസിൻ്റെ സിലബസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്ന സിലബസ് അല്ല, അത് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട്, അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലീനിയർ ഓൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, ലീനിയർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുണ്ട്, പിന്നെ ചോയ്സ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ കോഴ്സിൻ്റെ കാണിക്കുകയാണ്. ഓപ്പൺ കോഴ്സിൻ്റെ സിലബസുകൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ്, ഇതാണ് മിക്ക കോളേജിലും. കണ്ടോ, വളരെ ഈസിയാണ്. ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, HCF, LCM, ഈ ട്രിഗ്നോമെട്രി, കോമൺ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഏരിയ ആൻഡ് പെരിമീറ്റർ, ഡിഫറൻസിയേഷൻ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ മൂന്നാമത് ഒരെണ്ണമാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുണ്ട്. പിന്നെ ചോയ്സ് ബേസ്ഡ് ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ റിസർച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബേസിക് പൈത്തൺ പ്രോഗ്രാമിംഗ് ആൻഡ് ടൈപ്പ് സെറ്റിംഗ് ഇൻ ലാറ്റക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ അനാലിസിസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ്. പിന്നെ മാത്തമാറ്റിക്സ് മോഡൽ 2ൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് ഇതേപോലെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട്. ആ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് താഴെ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ മോഡൽ 2 കഴിഞ്ഞതിന് ശേഷമാണ് കോംപ്ലിമെൻ്ററിയുടെ വരുന്നത്. നമുക്കത് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സും സ്റ്റാറ്റിസ്റ്റിക്സുമാണ് സബ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റ് എടുക്കുക. ഫിസിക്സിൻ്റെ സിലബസ് എടുത്തിട്ട് കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് നോക്കിയാൽ, കോംപ്ലിമെൻ്ററി ഫിസിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കാണാം. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് സ്റ്റാറ്റുകാർക്കാണെങ്കിൽ ഇവിടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ്. നമുക്ക് നോക്കാം. മോഡൽ 2 കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്.
4 സെമ്മിലാണ് കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് പഠിക്കാനുള്ളത് കേട്ടോ. ഇതാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്. കണ്ടോ, ഇതാണ് സിലബസ്. താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സിലബസിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. ഇതാണ്, അതായത് ഇതിനകത്ത് പേജ് നമ്പർ 129 ഇതിനകത്ത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ, മെട്രീസസ്, ഫസ്റ്റ് സെമ്മിലുള്ള ടെക്നോമെട്രി, ന്യൂമറിക്കൽ മെത്തേഡ്സ്. സെക്കൻഡ് സെമ്മിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ്. തേർഡ് സെമ്മിലാണെങ്കിൽ വെക്റ്ററിനെ കുറിച്ചാണ്. വെക്റ്റർ, അനലിറ്റിക് ജോമെട്രി, അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര. ഫോർത്ത് മോഡ്യൂളാണെങ്കിൽ കോംപ്ലക്സ് അനാലിസിസ്, ലാപ്ലേസ്, അതേപോലെ തന്നെ ഫൊറിയർ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതാത് സബ്ജക്റ്റ് എടുത്ത് സിലബസ് നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ വീഡിയോ കാണുക, അതിനകത്ത് ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.